ജീവന്റെ ഉറവ. ഈ വലിയ നോമ്പുകാലത്ത് നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് ആഴമേകുന്ന ഒന്നാണ് ശബരിക്കാരിയായ സ്ത്രീയുമായുള്ള യേശുവിന്റെ സമാഗമം. ഉച്ചസമയത്തെ കഠിനമായ വേലയിൽ തളർന്ന അവശനായി യേശു ആ കിണറ്റിനരികെയിരിക്കുകയാണ്. ശിഷ്യന്മാർ ഭക്ഷണത്തിനായി പട്ടണത്തിലേക്ക് പോയിരിക്കുന്നു. ആ നിശബ്ദതയിലേക്കാണ് ഒരു ശമര്യക്കാരി സ്ത്രീ വെള്ളം കോരാൻ വരുന്നത്. സാധാരണയായി യഹൂദന്മാർ ശമര്യക്കാരുമായി സമ്പർക്കം പുലർത്താറില്ല. എന്നാൽ സകല വേലിക്കെട്ടുകളും തകർത്ത് യേശു അവളോട് ചോദിച്ചു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഈ ചോദ്യം കേവലം ദാഹം തീർക്കാനായിരുന്നില്ല, മറിച്ച് അവളുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വാതിലായിരുന്നു. പാപഭാരത്താലും സാമൂഹികമായ ഒറ്റപ്പെടലിനാലും തളർന്ന അവളോട് താൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല എന്ന് യേശു വാഗ്ദാനം ചെയ്തു. ആത്മീയ പരിവർത്തനം. തന്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ, ലോകത്തിന് മുന്നിൽ മറച്ചുവെക്കാൻ ആഗ്രഹിച്ച സത്യങ്ങൾ യേശു വെളിപ്പെടുത്തിയപ്പോൾ അവൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് ലോകത്തിന്റെ രക്ഷകനായ മിശിഹായാണ്. അവൾ തന്റെ പാത്രം അവിടെ ഉപേക്ഷിച്ചു. ശാരീരികമായ ദാഹം തീർക്കാനായി കൊണ്ടുവന്ന പാത്രത്തേക്കാൾ വലുതാണ് തനിക്ക് ലഭിച്ച ജീവജലം എന്ന് അവൾ മനസ്സിലാക്കി. അവൾ ഓടിച്ചെന്ന നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ് ഒരാളെ വന്ന് കാണുവിൻ. നോമ്പുകാല ചിന്ത. ഈ വലിയ നോമ്പുകാലത്ത് നാം ഓരോരുത്തരും ആ കിണറ്റിനരികെ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പാപക്കറുകളും ലൗകികമായ ആഗ്രഹങ്ങളും നമ്മെ ദാഹിപ്പിക്കുന്നുണ്ടാകാം. നമ്മുടെ ആത്മീയ ദാഹം തീർക്കാൻ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മുടെ ഭൂതകാലം എന്തു തന്നെയായാലും യേശു നമ്മെ തേടി വരുന്നു. ശമരിക്കാരിയെപ്പോലെ പാപത്തിന്റെ പഴയ പാത്രങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. യേശു നൽകുന്ന ജീവജലം നമ്മുടെ ഉള്ളിൽ നിത്യജീവനിലേക്ക് ഒഴുകുന്ന നീരുറവയായി മാറട്ടെ. ശമരിയക്കാരിയെപ്പോലെ ക്രിസ്തുവിനെ പ്രഘോഷിപ്പിക്കുവാനും അവന്റെ കരുണയിൽ പുതുജീവൻ പ്രാപിക്കുവാനും ഈ നോമ്പുകാലം നമുക്ക് പ്രചോദനമാകട്ടെ.